വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സോ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കി, അത് കഴിഞ്ഞ് ഹെൽത്ത് എന്താണെന്ന് പഠിച്ചു. സോ ഇതൊന്നും കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ട്, ചെന്ന് കാണുക. ഇത് നമ്മുടെ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റോൾസ് എന്താണെന്നാണ്. ഓക്കെ, സോ ഹോസ്പിറ്റലിൻ്റെ ഡെഫിനിഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ റോൾസ് മാത്രം നോക്കാം. ഹോസ്പിറ്റൽ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുമ്പോഴത്തേനും എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? വലിയൊരു ഹോസ്പിറ്റൽ, അതൊരു ബിസിനസ് സ്ഥാപനമാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ലേ? അല്ല, നമുക്ക് ഹോസ്പിറ്റലിന് കുറച്ച് റോളുകളുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എന്താ സർവീസാണ്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റോൾസാണ് നമുക്ക് ഹോസ്പിറ്റലിന് ഉള്ളത്. സോ ഹോസ്പിറ്റലിൻ്റെ മെയിൻ 4 റോൾസാണ് നമുക്കുള്ളത്: പ്രിവെൻഷൻ, പ്രൊമോഷൻ, ക്യൂറേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, വാട്ട് ഈസ് പ്രിവെൻഷൻ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അതായത് ഒരു അസുഖം വരുന്നതിനേക്കാൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്നാണ് ആ ഒരു വേർഡിങ്സിൻ്റെ അർത്ഥം. നിങ്ങൾ ഈ വീട്ടിലേക്ക് ഇരിക്കുമ്പോഴേ ഈ ആശാപ്രവർത്തകരൊക്കെ വരാറില്ലേ നിങ്ങളുടെ വീട്ടിൽ? ചിരട്ടയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അത് കമത്തിക്കള, ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അത് കള. എന്തിനു വേണ്ടിയിട്ടാ? കൊതുക് വരാതിരിക്കാനല്ലേ? കൊതുക് വന്നാൽ എന്താ സംഭവിക്കുക? കൊതുക് വരുത്തുന്ന പല അസുഖങ്ങളും നമുക്ക് കയറി പിടിക്കും. ഡെങ്കു, മലേറിയ, അങ്ങനെയുള്ള പല അസുഖങ്ങളും. സോ ഇത് വരാതിരിക്കേണ്ട അവർ പറയുന്നത്. അതുപോലെ തന്നെ പണ്ടൊക്കെ നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ലേ, നിങ്ങൾ ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ കൊണ്ടുപോകാറില്ലേ കുഞ്ഞിലേക്ക്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞിലേക്ക് കാരണം കാറുമായിരുന്നു എന്നെ കൊണ്ടുപോകണ്ട. അതുപോലെ തന്നെ സ്കൂളിൽ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നപ്പോൾ ഞാൻ ഓടിയിട്ടുണ്ട് 10th വെച്ചിട്ട്. നിങ്ങളൊക്കെ ഓടിയ ആൾക്കാരുണ്ടാകും. എനിവേ നിങ്ങൾക്കിപ്പോൾ ഒരു ചിരി വരുന്നുണ്ടാവില്ലേ? എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ അത് ചിരിയാണ് കേട്ടോ. എനിവേ ഇതെന്തിനു വേണ്ടിയിട്ടാ? ഒരു അസുഖം വരാതിരിക്കാനായിട്ട് തടയുന്ന ഇമ്മ്യൂണൈസേഷൻ ആണ് നമുക്ക് എടുക്കുന്നത്. വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. സോ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത്, പ്രിവെൻറ്റ് ചെയ്യുക. ഇനി പ്രൊമോഷൻ. എന്താണ് പ്രൊമോഷൻ? നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവില്ലേ പ്രൊമോഷൻ എന്ന് പറയുന്നത്? പല അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോട്ടെ, നിങ്ങൾ ഷോറൂമിൽ ബൈക്ക് വാങ്ങിക്കാനോ കാറ് വാങ്ങിക്കാനോ ഒക്കെ ചെല്ലുമ്പം അവരെന്താ നമ്മളോട് പറയുന്നത്? ഇത് അടിപൊളിയാണ്, മൈലേജ് ഉണ്ട്, ബ്രംബോൻ്റെ ബ്രേക്ക് ഉണ്ട്, കളേഴ്സ് നല്ലതാണ്, ഡിസ്പ്ലേ നല്ലതാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരാറില്ലേ? എന്തായത്? പ്രൊമോഷൻ. അവർ ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാണ്. സോ എന്താണ് ഹോസ്പിറ്റലിൽ പ്രൊമോട്ട് ചെയ്യുന്നത്? ഹെൽത്ത്, ആരോഗ്യത്തിനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ആരോഗ്യത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും, ലീഫ്ലെറ്റ്, പാംഫ്ലെറ്റ്, അങ്ങനെയുള്ള പല സാധനങ്ങളും കൊടുത്തിട്ട് ഹെൽത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഈ ഫസ്റ്റ് കുഞ്ഞുങ്ങളുണ്ടായ അമ്മമാരുടെ അടുത്ത് എങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്നും, അതുപോലെ തന്നെ ടീനേജേഴ്സിൻ്റെ അടുത്ത് അവരുടെ ആരോഗ്യം എങ്ങനെ സൂക്ഷിക്കണമെന്നും, അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ചെന്നിട്ട് അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഇതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ക്യൂറേഷൻ? അപ്പം നമ്മൾ അസുഖം വരാതിരിക്കാൻ ശ്രമിച്ചു, അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്തു, എന്നിട്ട് നമുക്ക് അസുഖം വന്നു. സോ ആ സ്റ്റേജിനെയാണ് നമ്മൾ ക്യൂറേഷനകത്ത് വരുന്നത്. അസുഖം വന്നതിന് ശേഷം നമ്മൾ അസുഖത്തെ ഭേദപ്പെടുത്തുന്നതിനെയാണ് ക്യൂറേഷൻ. ദാറ്റ് ഈസ് ക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ക്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ അസുഖത്തിനെ ഭേദപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ട്രീറ്റ്മെൻറ്റിലൂടെ. മെഡിസിൻസ്, അതായത് ടാബ്ലറ്റ്സ്, ഇഞ്ചക്ഷൻസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ ക്യൂറേഷൻ എന്നൊരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി ക്യൂറേഷൻ കഴിഞ്ഞിട്ട് എന്താ? നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് റീഹാബിലിറ്റേഷൻ. സോ എന്താണ് റീഹാബിലിറ്റേഷനിൽ വരുന്നത്? നമുക്കൊരാളെ അസുഖം മാറ്റി വിട്ട് കഴിഞ്ഞാൽ അയാൾ പൂർണ്ണ ആരോഗ്യവാനാവോ? ഇല്ല. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ഹെൽത്ത് എന്താണ് എന്നുള്ളത്. ആ ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ അസുഖത്തിനെ മാത്രം മാറ്റിയാൽ പോരാന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളുടെ അസുഖത്തിനെ മാറ്റിയെടുത്താൽ മാത്രം പോരാ, അയാളെ കംപ്ലീറ്റ്ലി ഓക്കെ ആക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ വന്ന പേഷ്യൻസ്, അവർ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത്, നിങ്ങൾക്കറിയാം കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹെയർ ഒക്കെ പോകും, അവർക്ക് അലോപേഷ്യ വരും. അലോപേഷ്യ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹെയർ പോകുന്നതിനെയാണ്. അപ്പം അവരുടെ ഫേസ് ഒക്കെ മാറും, ഹെയർ ഒക്കെ പോയിട്ട് വല്ലാത്തൊരു ഫേസിലേക്ക് അവരേ അല്ലാണ്ടായി മാറും. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനും മിണ്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അവരെ നമ്മൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യും, കൗൺസിലിംഗ് കൊടുക്കും, പല കാര്യങ്ങൾ കൊടുക്കും, തെറാപ്പീസ് കൊടുക്കും, അവരെ നമ്മൾ ഓക്കെ ആക്കി എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമാണ്. ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം.
ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോസ്റ്റിങ്സ്, അതായത് ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്സ് ഉണ്ട്. ഞങ്ങൾക്കൊരു സൈക്കാട്രിക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, ഉടുപ്പിയിലായിരുന്നു പോസ്റ്റിംഗ് വന്നിരുന്നത്. സോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ നിന്ന് ഒരു 1/2 hour ട്രാവൽ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഡെയിലി സ്കൂൾ ബസ്സിൽ, അല്ലെങ്കിൽ മീൻസ് കോളേജ് ബസ്സിൽ അവിടെ നിന്ന് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബയ്യ ഉണ്ടായിരുന്നു. ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നും ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കും, ഞങ്ങളോട് കൂടെ കുറേ നേരം സംസാരിക്കും. പക്ഷെ ഞങ്ങളുടെ പോസ്റ്റിങ്ങിൻ്റെ അവസാനമാണ് ഞങ്ങൾ അറിഞ്ഞത് ആ ബയ്യ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് പേടിയൊന്നും തോന്നില്ല. അത്രയും കെയറിങ് ആയിട്ടായിരുന്നു ഞങ്ങൾ ആ ബയ്യെ കൊണ്ടുപോയിരുന്നത്. അതുപോലെ ഒത്തിരി ആൾക്കാർ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ജോബാണ്. ക്യാൻറ്റീനിലും അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫായിട്ടും ഒക്കെ ജോബ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ അസുഖം മാറിയതിന് ശേഷം ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പം എന്നെ അവർ വട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ അവരെന്നെ ഭ്രാന്തനായിട്ട് കാണും, അവരെന്നോട് സംസാരിക്കില്ല എന്നൊക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. ആ ചിന്തയെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ഇവർക്ക് ഇങ്ങനെയുള്ള തെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങും. ഇല്ലേ, മെൻ്റൽ ഹോസ്പിറ്റലിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ മെൻ്റൽ പേഷ്യൻസ് മാത്രമല്ലല്ലോ, അവിടെ റിലേറ്റീവ്സ് വരുന്നുണ്ട്, സ്റ്റാഫ് വരുന്നുണ്ട്, ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസ് ചെല്ലുന്നുണ്ടായിരുന്നു. സോ ഇവരെല്ലാവരും അവരോട് നോർമലായിട്ട് തന്നെ സംസാരിക്കും. ഒരു ഭ്രാന്തനായിട്ടോ അല്ലെങ്കിൽ ഒരു വട്ടനായിട്ടോ ഒന്നുമല്ല കാണുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യനായിട്ട് നമ്മൾ അവരെ കാണുന്ന, അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താ ചിന്ത വരുന്നത്? ഞാൻ ഓക്കെയാണ്, എന്നോട് അവർ സംസാരിക്കുന്നുണ്ടോ, ഇതുപോലെ തന്നെ എനിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ചെറിയ റീമ്യൂണറേഷനോട് കൂടി അവർക്ക് ചെറിയ ചെറിയ ജോബ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്യുപേഷണൽ തെറാപ്പിയാണ്. ഇങ്ങനെയുള്ള പല തെറാപ്പീസിലൂടെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്നൊരു സ്റ്റേജ് കടന്നു പോകുന്നത്. സോ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ റോൾസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഹോസ്പിറ്റൽ ഒരു ബിസിനസ് സ്ഥാപനമോ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ അസുഖം വരാതിരിക്കാനായിട്ടാണ് നോക്കുന്നത്. അഥവാ വന്നാൽ തന്നെ നമ്മൾ അവരെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് പുറത്തേക്ക് ഇറക്കും. ഓക്കെ, സോ ഹോസ്പിറ്റൽ എന്താണെന്ന് പഠിച്ചില്ലേ? സോ ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചു പോകാം. Stay tuned for our next video. Thank you.